ലൂക്കോസ് അധ്യായം 8. ഇത് കഴിഞ്ഞ് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ട് 12 സഞ്ചരിച്ചു. ദുരാത്മാക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ച ചില സ്ത്രീകളും അവരോടുകൂടെ ഉണ്ടായിരുന്നു. അവരിൽ മഗ്ദലക്കാരി എന്ന് വിളിച്ചിരുന്നവളും 7 ഭൂതങ്ങൾ വിട്ടുപോയവളുമായ മറിയയും ഹെരോദാവിന്റെ കുടുംബകാര്യ വിചാരകനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നെയും സൂസന്നെയും മറ്റു പലരും ഉൾപ്പെട്ടിരുന്നു. ഈ സ്ത്രീകൾ തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്നു. വലിയൊരു ജനസമൂഹം വന്നുകൂടുകയും ഓരോ പട്ടണത്തിൽ നിന്നും ജനങ്ങൾ യേശുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ ഉപമ പറഞ്ഞു. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അത് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പക്ഷികൾ അത് തിന്നുകളയുകയും ചെയ്തു. ചിലത് പാറപ്പുറത്തു വീണ് മുളച്ചു, നനവില്ലായ്കയാൽ ഉണങ്ങിപ്പോയി. വേറെ ചിലത് മുള്ളുകൾക്കിടയിൽ വീണു. മുള്ളുകളും അതിനോടുകൂടെ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു. അത് വളർന്ന് വിതച്ചതിന്റെ 100 മേനി വിളവ് നൽകി. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ശിഷ്യന്മാർ ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരോട് അവർ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനുമായി ഉപമകളിലൂടെ അത്രേ സംസാരിക്കുന്നത്. ഉപമയുടെ അർത്ഥം ഇതാണ്: വിത്ത് ദൈവവചനം. വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവർ എങ്കിലും പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തുകളയുന്നു. അങ്ങനെ അവർക്ക് വിശ്വസിക്കാനോ രക്ഷിക്കപ്പെടുവാനോ കഴിയുന്നില്ല. പാറമേലുള്ളവരോ വചനം കേൾക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് വേരില്ല. അവർ അല്പസമയത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പരീക്ഷാകാലത്ത് വീണുപോകുന്നു. മുള്ളിനിടയിൽ വീണ വിത്ത് കേൾക്കുന്നവരെങ്കിലും ജീവിതത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ചിന്താകുലങ്ങളാലും ധനത്താലും സുഖഭോഗങ്ങളാലും ഞെരുങ്ങി ഫലപ്രാപ്തിയില്ലാതെ പോകുന്നവരെ കുറിക്കുന്നു. നല്ല മണ്ണിലെ വിത്താകട്ടെ ഉത്തമവും നിർമ്മലവുമായ ഹൃദയമുള്ളവരെ കാണിക്കുന്നു. അവർ വചനം കേൾക്കുന്നു, അത് സംഗ്രഹിച്ചു വെക്കുന്നു, സഹിഷ്ണുതയോടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ആരും വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനു കീഴിൽ വെക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ അകത്തു വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത്. വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് കൊണ്ടുവരാതെയും രഹസ്യമായി വെച്ചിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഉള്ളവനോ കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്നോ ഉണ്ടെന്നു തോന്നുന്നതുകൂടി എടുത്തുകളയും. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അദ്ദേഹത്തെ കാണുവാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അദ്ദേഹത്തിന്റെ അടുത്തെത്തുവാൻ കഴിഞ്ഞില്ല. ചിലർ അദ്ദേഹത്തോട്, അങ്ങയുടെ അമ്മയും സഹോദരന്മാരും അങ്ങേ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്നു പറഞ്ഞു. അതിന് യേശു, ദൈവത്തിന്റെ വചനം കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവരത്രേ എന്റെ അമ്മയും സഹോദരന്മാരും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ദിവസം യേശു ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി, നമുക്ക് തടാകത്തിന്റെ മറുകരയിലേക്ക് പോകാം എന്നു പറഞ്ഞ് യാത്ര പുറപ്പെട്ടു. അവർ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പോൾ തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് അവർ വലിയ അപകടത്തിലായി. ശിഷ്യന്മാർ ചെന്ന് അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ട്, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്നു പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ ക്ഷോഭത്തെയും ശാസിച്ചു. കൊടുങ്കാറ്റ് അമർന്നു, എല്ലാം ശാന്തമായി. അദ്ദേഹം ശിഷ്യന്മാരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു. അവർ ഭയത്തോടും വിസ്മയത്തോടും കൂടെ, ഇദ്ദേഹം ആര്? കാറ്റിനോടും കടലിനോടും പോലും ഇദ്ദേഹം കൽപ്പിക്കുകയും അവ ഇദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു.
അവർ തടാകത്തിനക്കരെ ഗലീലയുടെ എതിരെയുള്ള ഗരസേന്യ ദേശത്ത് വന്നെത്തി. യേശു കരക്കിറങ്ങിയപ്പോൾ പട്ടണത്തിൽ നിന്ന് ഒരു ഭൂതബാധിതൻ വന്ന് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചു. ഈ മനുഷ്യൻ ഏറെക്കാലമായിട്ട് വസ്ത്രം ധരിക്കുകയോ വീട്ടിൽ പാർക്കുകയോ ചെയ്യാതെ ശവക്കല്ലറകളിൽ താമസിച്ചിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നോട് അങ്ങേക്ക് എന്ത് കാര്യം? എന്നെ പീഡിപ്പിക്കരുത് എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യേശു ആ ദുരാത്മാവിനോട് ആ മനുഷ്യനിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് അവനെ പലപ്പോഴും പിടികൂടിയിരുന്നു. കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിച്ച് കാവലിൽ സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ചങ്ങലകൾ പൊട്ടിക്കുകയും ഭൂതം അവനെ ഏകാന്ത സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയും ചെയ്തിരുന്നു. നിന്റെ പേരെന്ത്? യേശു അവനോട് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനിൽ കിടന്നുകൂടിയിരുന്നതുകൊണ്ട് ലഗിയോൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ തങ്ങളോട് ആജ്ഞാപിക്കരുതേ എന്ന് അവ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അവിടെ കുന്നിൻ ചെരുവിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിലേക്ക് കടക്കുവാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം അവയ്ക്ക് അനുവാദം നൽകി. ഭൂതങ്ങൾ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്ന് പന്നികളിൽ പ്രവേശിച്ചു. ആ കൂട്ടം കടുംതൂക്കായ തീരത്തുകൂടെ തടാകത്തിലേക്ക് പാഞ്ഞ് മുങ്ങിച്ചെത്തു. പന്നികളെ മേയ്ക്കുന്നവർ സംഭവിച്ചത് കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിൻപുറത്തും വിവരം അറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ ജനങ്ങൾ പുറപ്പെട്ടു. അവർ യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഭൂതബാധിതന് സൗഖ്യം ലഭിച്ചതെങ്ങനെയെന്ന് അത് കണ്ടവർ ജനങ്ങളോട് അറിയിച്ചു. ഗരസേന്യ ദേശത്തെ ജനങ്ങൾ എല്ലാവരും ഭയപരവശരായിരുന്നതുകൊണ്ട് തങ്ങളെ വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വഞ്ചിയിൽ കയറി അവിടം വിട്ടുപോയി. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ അദ്ദേഹത്തോടു കൂടെ പോകുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അവനോട്, വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം അറിയിക്കുക എന്നു പറഞ്ഞ് അവനെ യാത്രയാക്കി. അവൻ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം പട്ടണത്തിലെങ്ങും അറിയിച്ചു. യേശു തിരിച്ചെത്തിയപ്പോൾ ഒരു ജനസമൂഹം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവരെല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരുവാൻ അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു. അയാളുടെ ഏകപുത്രി, ഏകദേശം 12 വയസ്സായ പെൺകുട്ടി, മരിക്കാറായി കിടക്കുകയായിരുന്നു. യേശു അവിടേക്ക് പോകുമ്പോൾ ജനക്കൂട്ടം അദ്ദേഹത്തെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രവത്താൽ പീഡിതയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. തന്റെ സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവളെ സൗഖ്യമാക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവൾ അദ്ദേഹത്തിന്റെ പിന്നിലെത്തി അങ്കിയുടെ വിളുമ്പിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നു. എന്നെ തൊട്ടതാര്? യേശു ചോദിച്ചു. എല്ലാവരും അത് നിഷേധിച്ചപ്പോൾ പത്രോസ്, നാഥാ, ജനങ്ങൾ അങ്ങയുടെ ചുറ്റും തിക്കിത്തിരക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. എന്നാൽ യേശു, ആരോ ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു. മറഞ്ഞു കളയാൻ സാധ്യമല്ല എന്ന് കണ്ടിട്ട് ആ സ്ത്രീ വിറച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ വീണു. താൻ അദ്ദേഹത്തെ തൊട്ടതെന്തിനെന്നും തനിക്ക് തൽക്ഷണം സൗഖ്യം ലഭിച്ചതെങ്ങനെയെന്നും അവൾ സകലരും കേൾക്കെ അറിയിച്ചു. അദ്ദേഹം അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന്, താങ്കളുടെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു യായിറോസിനോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സൗഖ്യം പ്രാപിക്കും എന്നു പറഞ്ഞു. യായിറോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും
കുട്ടിയുടെ അപ്പനെയും അമ്മയെയും ഒഴികെ മറ്റാരെയും തന്നോടുകൂടെ അകത്തു കടക്കാൻ അനുവദിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും വിലപിക്കുകയും ആയിരുന്നു. കരയല്ല, യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതേയുള്ളൂ. അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞിരുന്നതിനാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ അദ്ദേഹം അവളുടെ കൈക്ക് പിടിച്ചു. കുഞ്ഞെ, എഴുന്നേൽക്കൂ. എന്നു പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ അപ്പോൾ തന്നെ എഴുന്നേറ്റു. അവൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ യേശു നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. അവളുടെ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു.